ഏത് നിമിഷവും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് ലോകം നീങ്ങുന്നതെന്ന്. മിഡിൽ ഈസ്റ്റ് അല്ല ഇപ്പോൾ യുദ്ധത്തിൻ്റെ മുഖം തുറന്നിരിക്കുന്നത്. ഈ ചൈനയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്. തായ്വാനെ വളഞ്ഞ് ചൈനയുടെ കപ്പൽപ്പട നിലയുറപ്പിച്ചിരിക്കുന്നു. ഏത് നിമിഷവും തായ്വാനെ പിടിച്ചെടുക്കും. 2022 സമാനമായൊരു നീക്കം ചൈന നടത്തിയതാണ്. ഇത്തവണ തായ്വാനെ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളും. തായ്വാന് ചൈനയുടെ ഒരു പ്രവിശ്യയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇതിനോടനുബന്ധിച്ചാകണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദക്ഷിണ ചൈന കടലിടുക്കിൽ അമേരിക്ക അവരുടെ കൂടുതൽ ആയുധങ്ങളും കപ്പലുകളെയും വിന്യസിച്ചിരുന്നു. ഏതായാലും അതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ തമ്മിലും റഷ്യ ഉക്രൈൻ യുദ്ധം അതിൻ്റെ പാരമ്യതയിലും എത്തും. ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത ഏത് നിമിഷവും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ POKയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ലോകം രണ്ട് ശാക്തിക ചേരികളായി മാറും. ഇതുവരെ നാം കണ്ട വൻ ശക്തികൾക്ക് കീഴിൽ അണിനിരക്കുന്ന രാജ്യങ്ങളെ ആകില്ല. പകരം പുതിയ ചില ശക്തികളും ഒപ്പം തന്നെ പുതിയ ചില ശക്തികളും ഉയർത്തെഴുന്നേക്കാൻ സാധ്യതയുണ്ട്. ലോകം ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് കടന്നു കയറുമ്പോൾ ഏഷ്യ, പ്രത്യേകിച്ച് കിഴക്കൻ ഏഷ്യയാണ് അതിൻ്റെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ പോകുന്നത്. ചൈന തായ്വാനെ ആക്രമിക്കുന്ന സമയം തന്നെ പല രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് സാധ്യത കൂടുതലാണ്. ഇതിനിടയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവും നാൾക്ക് നാൾ മൂർച്ഛിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.